തെളിവാഴ കയ്യിലിരുന്നു കാക്കയെന്നു വിരുന്നു വിളിച്ചു വിരുന്നുകാരാ 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 വന്നാട്ടെ. ഇതാരപ്പ ഇങ്ങോട്ട് രാവിലെ വരുന്നേ? ഇതെന്ത് ജീവി? ആരാ? മനസ്സിലായില്ല. സുശീലന്റെ വീടല്ലയോ ഇത്? അല്ല, ഇത് എന്റെ വീടാ. നിങ്ങളെ വീടായിരുന്ന വീട് മാറിപ്പോയോട്ടാ? അതെ, വീടൊന്നും മാറിയിട്ടില്ല. കഴിഞ്ഞ 10 കൊല്ലായിട്ട് വീട് ഇങ്ങനെ തന്നെയാ. ഇനി കുറച്ച് കാശൊക്കെ കിട്ടിയിട്ട് പുതുക്കി പണിയണമെന്നൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മൾ ഇതെന്തിരി പറയണത്? അതെ, നിങ്ങൾക്കൊരു സുശീലനെ അറിയാമോ? അറിയാലോ, സുശീലന്റെ ഭർത്താവാ. ഭർത്താവാ? അപ്പൊ നീ സുശീലന്റെ അമ്മൂമ്മ. ചെറുപ്പോ എടോ, സുശീലൻ എന്റെ ഭർത്താവാണെങ്കിൽ ആ സുശീലിന്റെ ഭാര്യയല്ലേ? ഇതേപോലെ എന്റെ ഭാര്യ, അതായത് എന്റെ മരുമോള്, എന്റെ മോളെ. അയ്യോ, തന്നെ ഇന്ന് പട്ടപ്പകല് വീട്ടിൽ വന്ന് പെണ്ണുങ്ങളെ പിടിക്കുന്നു. തന്നെ ഇന്ന് അയ്യോ. എന്താ മരിക്കുട്ടി, എന്ത് പറ്റി? ഇങ്ങനെ കയറി പിടിച്ചേട്ടാ. സുശീലന്റെ ഭാര്യ കേറി പിടിക്കുന്നോടാ. അച്ഛാ, അമ്മുമ്മ, ഇങ്ങനെ ചറ പറയാന്നടിക്കാതെ ഒരു സമയം ഒരുത്ത അടിയടേ. നല്ല പരിചയമുള്ള ഒരു വൃത്തിയുടെ സൗണ്ട്. മാമൻ. സുശീല, മാമ. സുശീല, എന്റെ മാമ, എന്റെ സുശീല. കഴിഞ്ഞ 20 വർഷം മാമൻ എവിടെയായിരുന്നു മാമ? എന്റെ അമ്മച്ചി എനിക്ക് പാപ്പം മേടിക്കാൻ വെച്ച കാശ് എടുത്തോണ്ട് നിങ്ങൾ എവിടെ പോയി മാമ? പറ മാമ, പറ. മോനെ സുശീല, ഇനി ഞങ്ങളെ വിട്ടു പോവല്ലേ മാമ? ഇല്ല മോനെ, ഇനി മാമൻ എങ്ങോട്ടും പോവില്ല മോനെ. എന്റെ കെട്ടിയോന്റെ കഴുത്തീനൊക്കെ കൊല്ലുന്നോ തന്നെ? എടി, നീ എന്ത് പണിയാടി കാണിച്ചേ? അയ്യോ മാമ, മാമ. അയ്യോ, എന്തൊരു ബഹുമാനം. ഭാര്യ കയറി പിടിച്ചവനെ മാമാന്ന്. നീ അടുത്ത് താഴെട്ടേക്കുന്ന ആരെയാണെന്ന് നിനക്കറിയാവോ? എന്നെ കയറി പിടിച്ചവനെ 20 വർഷത്തിന് മുമ്പ് നാട് വിട്ടുപോയ എന്റെ മാമനാടി കിടക്കുന്ന എന്റെ മാമൻ. മാമ. അയ്യോ, ആ മാമനാണോ ഈ മാമൻ? ആ മാമ. അയ്യോ, മാമ, എഴുന്നേക്ക്, എഴുന്നേക്ക്. അയ്യോ, തല്ലിക്കൊന്ന പോരാണ്ട് നീ ഇടിച്ചു കൊല്ലുന്നോടി. എഴുന്നേക്ക് മാമ, മാമ എഴുന്നേക്ക്. കാറ്റ് പോയെന്ന് തോന്നടി. അയ്യോ, സുശീലേട്ടാ, സുശീലേട്ടാ, നമ്മൾ ഇനി എന്ത് ചെയ്യും? എനിക്ക് അറിയാൻ പാടില്ല, ഇതൊക്കെ കൊലക്കുറ്റമാണ്. കൊലക്കുറ്റോ? ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? സുശീലേട്ടാ, നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ബോർഡ് ചാക്കി കെട്ടി കടഞ്ഞി താത്തിയാലോ? സിനിമയിലൊക്കെ അങ്ങനെയല്ലേ? മിനിക്കുട്ടി, ഞാൻ ആലോചിച്ചില്ല. 3-ാം പക്കം ബോർഡ് കരക്കടിഞ്ഞ അതൊരു തെളിവാവുമല്ലേ? സോറി, ഞാൻ ആലോചിക്കട്ടെ. കിട്ടി. അങ്ങ് ദൂരെയുള്ള ഒരു കാട്ടിലെ ഒരു കുഴി എടുത്തിട്ട് അതിനകത്തിട്ട് മൂടിയാലോ? കുഴിച്ചു മൂടാനോ? നീ എന്തൊക്കെയാടി പറയുന്നേ? ഈ കിടക്കുന്ന എന്റെ മാമനാണ്. കത്തിച്ച് കളയാടി. തോന്നിയായിരിക്കും. നാട് വിട്ടുപോയി 20 വർഷത്തിന് ശേഷം എന്നെ കാണാൻ വേണ്ടി കൊതിയോടെ വന്ന മനുഷ്യനെ നീ ഒറ്റ അടിക്ക് തന്നെ തീർത്ത് കളഞ്ഞല്ലോടി. നീ പോട്ടെ, ഇപ്പൊ ഇത്ര അല്ലേ പറ്റുള്ളൂ. ഇത് കൂടുതൽ ഇനി എന്ത് സംഭവിക്കാൻ? ഓ, നിങ്ങൾ അതും ഇതും പറഞ്ഞേക്കാതെ ഈ കൊലക്കേസ് എങ്ങനെയാണ് തലേന്ന് ഒഴിവാക്കാന്ന് ആലോചിക്കേട്ടാ. ഒരുത്തനെ തല്ലിക്കൊന്ന ചാവളൊന്ന് തുള്ളിച്ചാടുന്നു. ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. എന്നിട്ട് അത് നടക്കൂല. അന്ന് എന്റെ വായിക്കകത്ത് കയറിയിരിക്കും. ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. ഇല്ല. അപ്പൊ എന്നെ പോലീസ് പൊക്കും, ഞാൻ ഗോതമ്പുണ്ട തിന്നിട്ട് വരും. അയ്യോ, എന്റെ മിനിക്കുട്ടി ഇങ്ങനെ വിഷമിക്കല്ലേ. അങ്ങനൊന്നും വരത്തില്ല. എന്റെ മിനിക്കുട്ടിക്ക് വേണ്ടി ആരും ചെയ്യാത്ത പ്രവൃത്തികൾ ഞാൻ ചെയ്യും. ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ ഞാൻ സഞ്ചരിക്കും. സത്യം? അങ്ങനെയാണെങ്കിലേ ഈ കൊലക്കുറ്റിയായിട്ട് സ്വയം ഏറ്റെടുത്തിട്ട് എന്നെ മാപ്പുസാക്ഷിയാക്കുക. മീനുക്കുട്ടി എന്ന് വിളിച്ച വാണനെ വേറൊന്നും വിളിപ്പിക്കരുത്. അല്ല, ജസ്റ്റ് ഒരു ഐഡിയ ഇപ്പൊ പറഞ്ഞു നോക്കിയതാ. ഓക്കെ, എന്നെ വേറൊരു ഐഡിയ. നമ്മുടെ ആ വടക്കേത്തിലെ ആളൊഴിഞ്ഞ വീടില്ലേ, നമുക്ക് ഈ ബോഡി ആരും അറിയാതെ അവിടെ കൊണ്ടിട്ടാലോ? എന്നിട്ടെന്താ, നമ്മൾ ഈ ബോഡി ആരും അറിയാതെ അവിടെ കൊണ്ടിടുന്നു. എന്നിട്ട് ആരും അറിയാതെ നമ്മൾ തിരിച്ചു വരുന്നു. ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് ഒന്നും അറിഞ്ഞൂടാ. എങ്ങനെയുണ്ട് ഐഡിയ? എടാ ദുഷ്ടന്മാരെ, എന്നെ തല്ലി കൊന്ന ബോഡി പറയുകയുള്ള പരിപാടിയാണല്ലോടാ. നീയൊന്നും ഒരു കാലത്ത് ഗുണം പിടിക്കാൻ പോകുന്നില്ല. നിനക്കൊക്കെ ഇതെങ്ങനെ ചെയ്യാൻ തോന്നടാ? സ്വന്തം മാമനല്ലടാ മാമൻ. വേണ്ട പറഞ്ഞ് ചത്തു പോലെ കടകാം. വാ, ഒന്ന് വേഗം ഓടി. വാ, നീ പെട്ടെന്ന് ഓടി. കയ്യും കൂടെ പിടി.
അല്ല ഏട്ടാ. ആ തോന്നിയായിരിക്കും, നീ പറ. എനിക്കൊരു സംശയം. ആ. നമ്മൾ ഈ ബോഡി അവിടെ കൊണ്ടിട്ടാലേ അത് ചീഞ്ഞ് നാറി പുഴുത്താകെ നാട്ടി കേസാവില്ലേ? പിന്നെ പോലീസായി, പോലീസ് നായായി, ഡമ്മി ടു ഡമ്മി. അയ്യോ വേറൊന്നും കിട്ടി. നമുക്ക് ഈ ബോഡിയെ ബാഗിനകത്താക്കി പൊതിഞ്ഞു കെട്ടി ട്രെയിനിൽ കയറ്റി വിട്ടാലോ? അയ്യോ എടാ, എന്റെ ബോഡി ട്രെയിനിൽ കയറ്റി വിടാനുള്ള പരിപാടിയാണല്ലേ? നിനക്കൊക്കെ ഒന്ന് ആലോചിച്ചൂടാ, ഞാനൊരു ജീവനില്ലാത്ത ബോഡിയല്ലേ? നിന്നെയൊക്കെ ഞാൻ ശരിയാക്കി തരണുണ്ട്. വേണ്ട പറഞ്ഞു വീണ്ടും അങ്ങ് ചത്തോല കിടക്കാം. എടി, ഇത്രയും വലിയ ബോഡി ഈ ബാഗിനകത്ത് കയറുമെന്ന് തോന്നില്ല. ബാഗ് ചെറുതാ. നമുക്കൊന്നൊരു കാര്യം ചെയ്യാം. ഈ ബോഡി വെട്ടിക്കൂട്ടി പീസ് പീസ് ആക്കി ഇതിനകത്ത് കേറ്റാം. ആ തോന്നിയായിരിക്കും, നമുക്ക് കേറ്റാം. സൗണ്ട് ഉണ്ടാക്കല്ലേ? സഹദേവൻ പോലീസ് എപ്പോ വന്നു? ഇവിടെ ഉണ്ടായിരുന്നല്ലേ? പിടിച്ച്. നമ്മളോട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നമുക്കൊന്നും അറിഞ്ഞൂടാ. നമ്മൾ പറയപ്പള്ളിയിൽ ധ്യാനത്തിന് വെക്കാം. എന്താ പരിപാടി? ഒന്നുമില്ല. എന്തൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എല്ലാം പിടിച്ച് കൊടുക്ക്. എന്റെ പൊന്നു സാറേ, ഇതാ ഈ രണ്ടെണ്ണം കൂടെയാണ് എന്നെ തല്ലിക്കൊന്നിട്ട് എന്റെ ബോഡി മറവ് ചെയ്യാൻ നോക്കിയത്. ഞാൻ ചത്തോണ്ട് എനിക്ക് കേസ് ഇല്ലല്ലോ സാറേ. മാമാ ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ